നമസ്കാരം, ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് ബ്രിട്ടനിലെ ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ റീഡിന്റെ മേധാവി ജെയിംസ് റീഡ് പറയുന്നു. പരസ്യപ്പെടുത്തുന്ന തൊഴിലവസരങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ജീവനക്കാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് വരുത്തിയ സമീപകാല വർധനകൾ സർക്കാർ പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എയർ ട്രാഫിക് കൺട്രോളിനെ ബാധിക്കുന്ന IT തകരാറ് കണ്ടെത്തിയതിനെ തുടർന്ന് എഡിൻബറോയിൽ നിന്നും യാത്ര തിരിക്കേണ്ടതും വന്നതുമായ എല്ലാ വിമാനങ്ങളും 4 മണിക്കൂറോളം പിടിച്ചിട്ടു. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയായിരുന്നു പ്രശ്നം കണ്ടെത്തിയത്. ഏകദേശം 6:55 ആയപ്പോഴേക്കും പ്രശ്നം പരിഹരിച്ചതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. എല്ലാ വിമാനങ്ങളും പിടിച്ചിട്ടതിനെ തുടർന്ന് വിമാനത്താവള ടെർമിനലിൽ നീണ്ട ക്യൂവിൽ നിൽക്കുന്ന യാത്രക്കാരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ഏതാനും വർഷങ്ങളിൽ ഏകദേശം 32,000ഓളം നഴ്സിംഗ് വിദ്യാർത്ഥികൾ സാമ്പത്തിക പ്രശ്നങ്ങളും തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങളും അതുപോലെ മോശമായി വരുന്ന വേതനവും കാരണം പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാമെന്ന് നഴ്സിംഗ് രംഗത്തെ പ്രമുഖ യൂണിയനായ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പറയുന്നു. 2016-ൽ നഴ്സിംഗ് പഠനത്തിന് നൽകിയിരുന്ന സഹായം നിർത്തലാക്കിയത് മുതൽ തന്നെ ഇംഗ്ലണ്ടിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളിൽ പലരും പഠനം ഉപേക്ഷിക്കാൻ തുടങ്ങിയതായും RCN പറയുന്നു. അമേരിക്കയിലെ ആദ്യകാല മലയാളികളിൽ ഒരാളായ തോമസ് ഇ മാത്യു വെസ്റ്റ്ചെസ്റ്ററിലെ ന്യൂ റോഷലിൽ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഭാര്യ മേരി തോമസ്. മക്കൾ ലെവിൻ, ലിസ, ലിൻസൺ എന്നിവരാണ്. തൊടുപുഴയിൽ നിന്നും 50 വർഷങ്ങൾക്ക് മുമ്പ് 1973-ൽ അമേരിക്കയിലെത്തിയ ഇദ്ദേഹം വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ എന്നിവയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു. ഫ്രാൻസിന്റെ ഭാഗമായ മേയോട്ട് ദ്വീപിൽ ആഞ്ഞടിച്ച ചിഡോ ചുഴലിക്കാറ്റ് ജീവനെടുത്തത് ആയിരങ്ങളുടെയെന്ന് റിപ്പോർട്ട്. സർക്കാർ കണക്കുകളെ ഉദ്ധരിച്ച ഒരു പ്രാദേശിക മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ചയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത്. ഫ്രാൻസ് ആഭ്യന്തര മന്ത്രാലയം ഞായറാഴ്ച പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ചുരുങ്ങിയത് 11 പേരെങ്കിലും മരണമടയുകയും 250-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ്. എന്നാൽ മരണസംഖ്യ കുത്തനെ ഉയരാൻ സാധ്യതയുണ്ടെന്നും അതിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മൊസാംബിക്കിൽ മലയിടിച്ചിലിന് കാരണമാക്കുകയും ചെയ്തു. എന്നാൽ ചിഡോയുടെ സഞ്ചാരപാതയിൽ സ്ഥിതി ചെയ്യുന്ന മേയോട്ടോയിലാണ് കടുത്ത നാശനഷ്ടം ഉണ്ടായത്. വിരൽത്തുമ്പുകളിലൂടെ ലോകത്തെ സംഗീത പെരുമഴയിലേക്ക് ആനയിച്ച പ്രശസ്ത തബലിസ്റ്റ് ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആശുപത്രിയിൽ വെച്ചാണ് മരണം. ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിന് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭയാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത രംഗത്തേക്ക് കടന്നു വന്നയാളാണ് അദ്ദേഹം. 11-ാം വയസ്സിൽ അമേരിക്കയിൽ തന്റെ ആദ്യ കോൺസേർട്ട് അവതരിപ്പിച്ചു. ആദ്യ ആൽബം ലിവിംഗ് ഇൻ ദി മെറ്റീരിയൽ വേൾഡ് 1973-ലാണ് റിലീസ് ചെയ്യുന്നത്. കൽപ്പറ്റ മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ കാറിന്റെ ഡോറിനുള്ളിൽ കൈകുടുക്കി റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കൂടൽക്കടവിൽ ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികൾ തമ്മിലുള്ള തർക്കത്തിലിടപെട്ട നാട്ടുകാരനായ മാദനെയാണ് സംഘം ആക്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ട് അക്രമി സംഘം സഞ്ചരിച്ച കാർ പ്രദേശത്തെ ഒരു കടയുടെ മുന്നിൽ നിർത്തുകയും അസഭ്യം പറയുകയുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നിൽ വരികയായിരുന്ന മറ്റൊരു കാറിലുണ്ടായിരുന്നവരെ കല്ലെടുത്ത് ആക്രമിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. ഇത് തടയാൻ ശ്രമിച്ചതോടെ മാദനെ സംഘം ആക്രമിക്കുകയായിരുന്നു. കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരവും കാഞ്ഞങ്ങാട് കാറ്റാടി AKG മന്ദിരവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഏറ്റവും മാതൃകാ പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ LDF സർക്കാരിനെ കേന്ദ്രം ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിനോട് പകപോക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. BJPയെ കേരളം അംഗീകരിച്ചിട്ടില്ല എന്നതാണ് കാരണം. കേന്ദ്രം മുട്ടാപ്പോക്ക് കാണിക്കുന്നു എന്നതുകൊണ്ട് സഹായം ചോദിക്കാതിരിക്കാനാകുമോ? കേരളവും കേരളത്തിലെ ജനങ്ങളും തുലയട്ടെ എന്ന നിലപാടാണ് സംസ്ഥാനത്തെ BJPക്കും. മുഖ്യമന്ത്രി രൂക്ഷമായി കേന്ദ്രത്തെ വിമർശിച്ചു. അയ്യപ്പനെ കാണാൻ പുല്ലുമേട് വഴിയും എരുമേലി വഴിയും കാനനപാതയിലൂടെ കിലോമീറ്ററുകൾ നടന്ന് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി പ്രത്യേക സംവിധാനം ഉടൻ ഒരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ഇത്രയും ദൂരം നടന്നു വരുന്ന ഇവർക്ക് വനം വകുപ്പുമായി സഹകരിച്ച് പ്രത്യേക ടാഗ് നൽകും. പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് വരാം. നീലിമല വഴി പോകണം എന്നുള്ളവർക്ക് ആ വഴിയുമാകാം. ഇന്ത്യൻ വിദ്യാർത്ഥിനി US-ൽ കാർ അപകടത്തിൽ മരിച്ചു. 2 പേർക്ക് പരിക്ക്. ആന്ധ്രാപ്രദേശ് സ്വദേശിനി നാഗശ്രീ വന്ദന പരിമിള ആണ് മരിച്ചത്. 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നാഗശ്രീക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന ഇരുവരും പരിക്കേറ്റ് ചികിത്സയിലാണ്. ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.